ക്രിസ്മസ് ദിനം കൂടി വന്നെടുക്കുകയാണല്ലോ. എല്ലാവരും പുൽക്കൂടും ക്രിസ്മസ് ട്രീയും ഒക്കെ ഒരുക്കുന്ന തിരക്കിലും സന്തോഷത്തിലുമാണല്ലോ അല്ലേ. ഞങ്ങൾ ഒരുക്കി ഒരു പുൽക്കൂടും ക്രിസ്മസ് ട്രീയും. ക്രിസ്മസ് ട്രീ ഒരുക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് മകൾ സേറ പറഞ്ഞത്, ഞാനൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ പോവുകയാണ്. അവൾ കുറച്ച് അലങ്കാര വസ്തുക്കളൊക്കെ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി ഒരു ചെറിയ മരത്തിൽ അതൊക്കെ തൂക്കി ഒരു നക്ഷത്രം വെച്ചു. കുഞ്ഞിൻ്റെ ക്രിസ്മസ് ട്രീ റെഡിയായി. അതുവരെ വെറും ഒരു മരമായിരുന്ന മരം ക്രിസ്മസ് ട്രീ ആയി മാറിയിരിക്കുന്നു. ഒരു മരത്തിൽ നിന്ന് ക്രിസ്മസ് ട്രീയിലേക്കുള്ള ദൂരം ഒരു നക്ഷത്രമാണ്. ക്രിസ്മസ് ട്രീയുടെ ജന്മവും ഇങ്ങനെ തന്നെ. കഥ ഇങ്ങനെയാണ്. ഒരു കാട്ടിൽ 3 മരങ്ങളുണ്ടായിരുന്നു. ഒരു വലിയ മരം, ഒരു വണ്ണമുള്ള മരം, ഒരു കുഞ്ഞി മരം. ഈ വണ്ണമുള്ള മരവും നീളമുള്ള മരവും എപ്പോഴും കുഞ്ഞുമരത്തെ കളിയാക്കും. നിന്നെ നോക്കിയേ, നിനക്ക് നീളവുമില്ല വണ്ണവുമില്ല. ഞങ്ങളെ നോക്കിയേ, എനിക്കെന്തോ നീളമാ, അവനെന്ത് വണ്ണമാ. കുഞ്ഞുമരത്തിനിത് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമാകും. അവൻ ആ സങ്കടമെല്ലാം മനസ്സിലൊതുക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ക്രിസ്മസ് വന്നെടുക്കുന്നത്. മനുഷ്യരും മൃഗങ്ങളും മരങ്ങളും എല്ലാം ഉണ്ണീശോയെ കാത്തിരിക്കുന്നതും പോലെ തന്നെ സാന്താക്ലോസിനെ കാണാനും കാത്തിരിക്കുന്ന സമയമാണത്. ഒരു നല്ല തണുത്ത മഴയുള്ള രാത്രിയായിരുന്നു അന്ന്. ഒരു കുഞ്ഞിക്കിളി പറന്നു വന്ന് വലിയ മരത്തോട് ചോദിച്ചു, എനിക്ക് താമസിക്കാൻ ഈ ചില്ലയിൽ ഒരിത്തിരി ഇടം തരുമോ? വലിയ മരം പറഞ്ഞു, പറ്റില്ല, ഞാൻ തരില്ല. ഞാൻ ക്രിസ്മസ് അപ്പൂപ്പനെ നോക്കിയിരിക്കുകയാണ്. ഞാൻ ഒരുങ്ങിയിരിക്കുന്നത് നിനക്ക് കാണത്തില്ലേ? വണ്ണമുള്ള മരവും ഇത് തന്നെയാണ് കുഞ്ഞിക്കിളിയോട് പറഞ്ഞത്. കുഞ്ഞിക്കിളി ആ കുഞ്ഞു മരത്തിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, എനിക്ക് തണുത്തിട്ട് ഒരു തരത്തിലും വയ്യ, നിന്റെ ചില്ലയിൽ എനിക്ക് ഒരിത്തിരി ഇടം തരുമോ? കുഞ്ഞുമരം പറഞ്ഞു, അതിനെന്താ, നീ എൻ്റെ ചില്ലയിൽ ഇരുന്നോളൂ. കുഞ്ഞിക്കിളിക്ക് ഭയങ്കര സന്തോഷമായി. അവൻ ആ ചില്ലകൾക്കിടയിലിരുന്നു. ക്രിസ്മസ് അപ്പൂപ്പൻ വന്നു. നേരെ വന്നത് കുഞ്ഞുമരത്തിൻ്റെ അടുത്തേക്കായിരുന്നു. തൻ്റെ ബാഗിൽ നിന്ന് സ്റ്റാർസും ബോൾസും അലങ്കാര വസ്തുക്കളും ഒക്കെ എടുത്ത് ആ കുഞ്ഞുമരത്തെ നന്നായി ഒരുക്കി. എന്നിട്ട് കുഞ്ഞുമരത്തോട് പറഞ്ഞു, നിന്നെ ഇത്രയും മനോഹരമാക്കിയത് നീ ആ കുഞ്ഞിക്കിളിക്ക് ഒരിത്തിരി ഇടം കൊടുത്തില്ല നിന്റെ ചില്ലയിൽ, അതാണ് നിന്നെ ഇത്രയും മനോഹരമാക്കിയത്. ഇനി മുതൽ നീ ക്രിസ്മസ് ട്രീ എന്നറിയപ്പെടും. എല്ലാ വർഷവും ആളുകൾ നിന്നെ ആദരിക്കും. അപ്പോൾ അതാണ് കാര്യം. മറ്റുള്ളവർക്ക് ഇടങ്ങളാകാൻ സാധിക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം. ഇങ്ങനെ മറ്റുള്ളവരുടെ ഇടങ്ങളാകാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മളും മനോഹരമായ ഒരു ക്രിസ്മസ് ട്രീ ഒരുക്കുന്നത്. ഇടമായി തീർന്നവൻ്റെ ജനനത്തെ സ്മരിക്കുന്നതാണ് ക്രിസ്മസ്. നമുക്കും ഇടങ്ങളായി തീരാൻ സാധിക്കട്ടെ അവനെ പോലെ.